പല പറമ്പുകളിലും ആരും നടാതെ വളരുന്ന മരമാണ് ഈന്ത്. വവ്വാലുകൾ പഴുത്ത കുരുവിന്റെ പുറംഭാഗം മാത്രം തിന്ന് ബാക്കി കളയുകയും അവ പലയിടങ്ങളിലായി മുളച്ച് മരമായി വളരുകയും ചെയ്യും. വളരെയധികം ഔഷധ ഗുണമുള്ള ധാന്യമാണ് ഈന്തുംകായ. ഈന്ത് ഉപയോഗിക്കാൻ 6 വാവ് കഴിയണമെന്ന പഴമൊഴിയുണ്ട്. മൂപ്പെത്തിയ ഈന്തുകായ വെട്ടി ഉണക്കി തോട് കളഞ്ഞ് 6 മാസം സൂക്ഷിച്ചതിനു ശേഷമേ പൊടിച്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് പഴമക്കാർ പറയാറ്. പച്ചക്കോ ശരിക്കും ഉണങ്ങാതെയോ കഴിച്ചാൽ ചിലർക്ക് വയറിളക്കവും ഛർദിയും ഉണ്ടാകും. ഓരോ വർഷവും കായ്ക്കാറാകുമ്പോൾ ഒരു പുതിയ സെറ്റ് ഇല ഉണ്ടാകുകയും പഴയത് ഉണങ്ങി കൊഴിഞ്ഞു പോകുകയും ചെയ്യും. അപ്പോൾ കൊഴിഞ്ഞ പട്ടയുടെ അടയാളം മരത്തിനു ചുറ്റും ഒരു വട്ടമായി കാണും. ഈ അടയാളങ്ങളാണ് ഈന്ത് മരത്തിന്റെ പ്രായത്തെ കണക്കാക്കുന്നത്. 1 മീറ്റർ നീളത്തിൽ ഈന്ത് മരം വളരുമ്പോഴേക്കും ചിലപ്പോൾ 100-ൽ കൂടുതൽ വർഷങ്ങളായേക്കും. 50-ഓ 100-ഓ വർഷത്തിൽ അധികം പ്രായമാകുമ്പോഴാണ് ഈന്ത് മരത്തിൽ കായ്ഫലമുണ്ടാകുന്നത്. 1000-ഓളം വർഷം ആയുർദൈർഘ്യം കണക്കാക്കുന്ന ഈന്ത് ജീവിക്കുന്ന ഫോസിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഹൈടെക് കാലഘട്ടത്തിൽ പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന പല തൈകളും വിപണിയിൽ കണ്ടിട്ടുണ്ടെങ്കിലും അവിടെയൊന്നും പെട്ടെന്ന് കായ്ക്കുമെന്ന് അവകാശപ്പെടുന്ന ഈന്ത് ചെടി കാണാറില്ല. അതുകൊണ്ട് നമുക്ക് കൃഷി ചെയ്ത് പെട്ടെന്ന് വിളവെടുക്കാൻ പറ്റിയ ഒരു വിഭവമല്ല ഈന്തിൻകായ. അപ്പോൾ നമ്മുടെ പൂർവികർ വെച്ചുപിടിപ്പിച്ച ഈന്ത് മരങ്ങൾ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇല്ലെങ്കിൽ ഔഷധ ഗുണങ്ങളും രുചിയുമുള്ള വിഭവങ്ങളായ ഈന്തിൻ പൊടി, ഈന്തിൻ പുട്ട്, ഈന്ത് അലുവ, പായസം എന്നിവയെല്ലാം നമുക്ക് ഓർമ്മകളിൽ മാത്രമാകും. ജയ്ക്കോ സേവനം തലമുറകളിലേക്ക്.